السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറ ആല് ഇമ്രാൻ എത്ര ആയത്താണ് നമ്മൾ എടുത്തത്? 38 ആയത്ത്. ഇനി 39-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحسورا ونبيا من الصالحين. ഫനാദത്ഹു, അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. എപ്പോൾ? മിഹ്റാബ് മറിയമിൽ നല്ല ഭക്ഷണങ്ങൾ കണ്ടപ്പോ എന്താണ്, എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് സക്കരിയ ചോദിച്ചു. വജദ ഇൻദഹാ റിസ്ഖാ, അവൾക്കരികെ ആഹാരം കണ്ടു അദ്ദേഹം. ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ, ഇതെവിടുന്നാ കിട്ടിയത് മറിയമേ എന്ന് ചോദിച്ചു. ഖാലത്, അവൾ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു നിശ്ചയമായും വിഭവങ്ങൾ നൽകുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹുനാലിക ദഅ സക്കരിയ റബ്ബ, തന്റെ നാഥനോട് സക്കരിയ പ്രാർത്ഥിച്ചു. റബ്ബി ഹബ്ലി, എന്റെ നാഥ എനിക്ക് നൽകണമേ, മില്ലദുൻക, നിന്റെ അടുക്കൽ നിന്ന്, ദുർരിയ്യത്തൻ ത്വയ്യിബ, നല്ല മക്കൾ. ഇന്നക, നിശ്ചയമായും നീയാണ്, സമീഉ ദുആ, ദുആ കേൾക്കുന്നവനാണ്. ഈ പ്രാർത്ഥന നടന്നപ്പോഴാണ് ഫനാദത്ഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അൽ മലായിക, മലക്കുകൾ, വഹുവ ഖായിമുൻ, അദ്ദേഹം നിൽക്കുന്ന അവസ്ഥയിൽ. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു, ഖും എന്ന് പറഞ്ഞാൽ നിക്ക്. നമ്മൾ സാധാരണ മദ്രസ എന്നൊക്കെ കേട്ട് പരിചയമുള്ളത് ഖും ജിലിസ് അല്ലെ. വെറുതെ എങ്കിലും ഉസ്താദ് വന്നിട്ട് ഖും ജിലിസ്, നമ്മളൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഉറക്കച്ചടവൊക്കെ എനിക്കും ഇടയ്ക്ക് തോന്നലുണ്ട്. ഞാൻ പിന്നെ നിങ്ങളൊക്കെ വലിയ വലിയ വല്യന്മാരും വല്യപ്പാരും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. മനസ്സുകൊണ്ട് പലപ്പോഴും ഖും എന്ന് പറയാൻ തോന്നലുണ്ട്. പറഞ്ഞാ അങ്ങനല്ല, നിങ്ങളൊന്നും ഒരു ചെറിയ ആൾക്കാരല്ലല്ലോ, വലിയ വലിയ ആൾക്കാരല്ലേ.
നിങ്ങളിപ്പോ എങ്ങനെ ഞാൻ എണീപ്പിച്ച് നിർത്തുക വിചാരിച്ചിട്ടാണ്. ആ എന്നാലും ഉണ്ടല്ലോ. അപ്പോ കാമാന്ന് പറഞ്ഞാൽ നിന്നു. പക്ഷെ ഞാനതിന് വേറെ പണി എടുക്കലുണ്ട്. അപ്പൊ നിങ്ങൾ നിൽക്കലും ഉണ്ട്, നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ. വഹുവ ഖായിമുൻ, അദ്ദേഹം നിൽക്കുന്നവനായിരിക്കെ, യുസല്ലി, പ്രാർത്ഥിച്ചുകൊണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രയർ, പ്രാർത്ഥന. ഇനി നിസ്കരിച്ചുകൊണ്ട് എന്നും പറയാം. ഫിൽ മിഹ്റാബ്, മിഹ്റാബിൽ. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സാധാരണ പള്ളി മിഹ്റാബ് എന്ന് നമ്മളിപ്പോ പറയുന്ന പോലെ നിസ്കരിക്കുമ്പോൾ ഇമാമ് നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലല്ല. ഒരു നേർ മലയാളം പറയുകയാണെങ്കിൽ ഒരു ഭജന ഗൃഹം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭജന ഇരിക്കലുണ്ടോ? എഴുത്തിക്കാഫ് ഇരിക്കലില്ലേ? ഓരോരുത്തർക്കും ഓരോ ഭജന രീതിയായിരിക്കും. അപ്പൊ അങ്ങനെ സ്ഥിരമായി പള്ളിയിലുള്ള, അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ്. അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുബശ്ശിറുക, നിന്നെ ശുഭവാർത്ത അറിയിക്കുന്നു. ബിഷാറത്ത്, ബഷീർ, ബുഷ്റ, നമുക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഷാഹിദം വ മുബശ്ശിറം വ നദീറ. മുബശ്ശിർ നബിന്റെ പേരാണ്. സന്തോഷ വാർത്ത അറിയിക്കുക, സുവിശേഷം അറിയിക്കുക. മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫാദർ അലവി ഒരു സെന്റർ തുടങ്ങിയപ്പോ അതിന്റെ പേര് മർക്കസുൽ ബിഷാറ എന്നായിരുന്നു. മർക്കസ് എന്ന് പറഞ്ഞാൽ സെന്റർ, ബിഷാറ. അപ്പൊ നമ്മള് പെട്ടെന്ന് കേട്ടാ തോന്നും മർക്കസുൽ ബിഷാറ എന്ന് കേൾക്കുമ്പോ ഒരു ഇസ്ലാമിക് സെന്റർ ആണെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കലായിരുന്നു ഉദ്ദേശം. ക്രൈസ്തവ മതപരിവർത്തന പ്രചോദന കേന്ദ്രമായിരുന്നു മഞ്ചേരി. അപ്പോ അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു, യുബശ്ശിറുക, നിന്നെ ശുഭവാർത്ത അറിയിക്കുന്നു. ബിയഹ്യ, യഹിയയെ സംബന്ധിച്ച ശുഭവാർത്ത. മുസദ്ദിഖൻ, സിദ്ഖ്, സത്യം. സദ്ദഖ, സത്യപ്പെടുത്തി. നമ്മൾ എപ്പോഴും ഒന്ന് പറയലുണ്ടല്ലോ അത്. നമ്മള് എപ്പോഴും ചെല്ലല്ലേ സ്വദഖ്ത. എപ്പോഴും നമ്മൾ പറയല് സ്വദഖ്ത. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സുബഹിന്റെ ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ സ്വദഖ്ത ഫബരിത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഇവിടെ ഒന്നല്ലേ? ഇന്നത് പറഞ്ഞ ആരാള്? ഇന്നത് പറഞ്ഞ ആരാള്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞപ്പോ കേട്ടവർ. ഇപ്പോഴൊക്കെ സുഖല്ലേ? ഇപ്പൊ എപ്പോഴാ വാങ്ങി കൊടുക്കണത്? നേരം വെളുത്തിട്ടാ വാങ്ങി കൊടുക്കണം അല്ലേ? ആ അപ്പൊ വേഗം കേൾക്കേണ്ടതാണത്. 4:30-ഒന്നുമല്ലല്ലോ ഇപ്പൊ. 5:13 എന്നൊക്കെ പറയുമ്പോ ശരിക്കും നമ്മളുടെ ഒരു റുട്ടീനില് ഒരുപാട് നേരം ആയില്ലേ? അപ്പൊ പറയണം കേട്ടോ, സ്വദഖ്ത വബരിർത, നീ സത്യം പറഞ്ഞു, നീ പുണ്യം ചെയ്തു. കാരണം നട്ടപ്പൊലിച്ചക്ക് വിളിച്ചു പറയല്ലേ, സ്വലാത്താണ് ഉറുക്കിനേക്കാൾ ഉത്തമം എന്ന് വിളിച്ചു പറയുമ്പോ നമ്മൾ പറയാണ്, നീ സത്യം പറഞ്ഞു, നീ പുണ്യം ചെയ്തു. എന്തല്ലോ പറയുന്നുണ്ട്, എപ്പോഴൊക്കെയോ പറയുന്നുണ്ടെന്ന് അറിഞ്ഞാൻ പറ്റൂല. അതെപ്പോഴാ പറയാ?
പുസ്തകത്തിലൊന്നും വായിക്കൂല, അത് ഓർമ്മ തെറ്റാ. അത് ഇക്കാമത്ത് കൊടുക്കുമ്പോഴല്ലേ? അല്ല, അത് ഖദ്ഖാമത്ത് സ്വലാം എന്ന് പറയുമ്പോഴാണ്. അത് നമ്മക്ക് ഓർമ്മ തെറ്റാ. സ്വദഖ്ത വബരിർത. എന്ത്? ആ മുസദ്ദിഖൻ, ആ സത്യപ്പെടുത്തുന്നവൻ. അതാണ് ഞാൻ പറഞ്ഞത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം. സ്വദ്ദഖ സത്യപ്പെടുത്തി. മുസദ്ദിഖൻ, മുസദ്ദിഖ് എന്ന് പേരിടല്ലോ. മുസദ്ദിഖ് എന്ന് പേരുള്ളവരും സത്യപ്പെടുത്തുന്നവൻ. ഓക്കെ. അപ്പൊ സ്വദഖ്ത എന്ന് പറയണം എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബാങ്ക് കേൾക്കുമ്പോഴേ സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോ സ്വദഖ്ത വബരിർത. മറ്റേത് ഇഖാമത്ത് കേൾക്കുമ്പോ ഖദ്ഖാമത്ത് സലാ, ഖദ്ഖാമത്ത് സലാ എന്ന് പറയുമ്പോ അഖാമ അല്ലാഹു അദാമ. ശരി. യഹ്യയെ സംബന്ധിച്ച് മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായ ബികലിമ, കലിമയെ. യുബശ്ശിറുക ബിയഹ്യ, യഹ്യയെ സംബന്ധിച്ച് ശുഭവാർത്ത അറിയിക്കുന്നു. മുസദ്ദിഖൻ ബികലിമ, കലിമയെ സംബന്ധിച്ച് സത്യപ്പെടുത്തുന്നു. മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഉള്ള. സയ്യിദൻ, അതായത് യഹിയയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം പിന്നെ യഹിയ ആരാണെന്ന് പറയാണ്. മുസദ്ദിഖൻ ബികലിമ, മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദ. സയ്യിദ് എന്ന് പറഞ്ഞ നേതാവ്. വഹസൂറ, ആത്മസംയമനം പാലിക്കുന്നവൻ. വനബിയ്യ, നബി തന്നെ. മിനസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട. അപ്പോൾ അങ്ങനെ അദ്ദേഹം മെഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു നിന്നെ യഹ്യയെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനായാണ് അവൻ വരിക. അവൻ നേതാവും ആത്മസംയമനം പാലിക്കുന്നവനും സൽവൃത്തരിൽപ്പെട്ട പ്രവാചകനുമായിരിക്കും. ഇതാണ് മൊത്തത്തിൽ അർത്ഥം. നിങ്ങൾ ആ ചിത്രം ഇങ്ങനെ മനസ്സിൽ കാണണം. ബൈത്തുൽ മഖ്ദിസിൽ മെഹ്റാബ് മറിയമിൽ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കണ്ടപ്പോൾ ഇതെവിടുന്നാണ് മറിയമേ എന്ന് ചോദിച്ചു. നിങ്ങൾ കാണുന്നുണ്ടോ? അതിങ്ങനെ സ്ക്രീനിൽ കാണണം, മനോമുകുരത്തിൽ കാണണം. അപ്പോൾ ഇത് പടച്ചോന്റെ അടുത്ത് നിന്നാന്ന് പറഞ്ഞു. ഒട്ടും വൈകാതെ പടച്ചോന്റെ അടുത്ത് നിന്നും കിട്ടേണ്ട ഒരു കാര്യം ആര് ചോദിച്ചു? സക്കറിയ നബി ചോദിച്ചു. ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു സ്വഭാവമാണ്. എന്ത്? ഒരു കൈയില്ലാത്തവനെ കാണുന്നു, ഉടനെ അള്ളാഹുവേ എന്റെ കൈക്ക് നീ ആരോഗ്യവും അഫിയത്തും ഒക്കെ തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു ദുരന്തം കാണുമ്പോൾ അതിൽ നിന്ന് രക്ഷ തേടുക. ഒരു സന്തോഷം കാണുന്നു, ഒരു ദൈവാനുഗ്രഹം കാണുന്നു, ആ ദൈവാനുഗ്രഹത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ നമുക്ക് വേണ്ടത് ചോദിക്കണം. നമുക്ക് വേണ്ടിയിട്ട് ചോദിക്കണം. നമ്മളെ നാട്ടിലുള്ള നടപ്പ് എന്താന്ന് ചോദിച്ചാൽ കണ്ണെറ്റാണ്ടിരിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കോലം വെക്കണ പരിപാടി. ഇപ്പൊ ഉള്ള പോലെ ഇപ്പൊ ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. പണ്ടുള്ള പോലെ അല്ല ഇപ്പൊ ഉണ്ടാവുക. പണ്ട് പലതും ഉണ്ടായിരുന്നു, ഇപ്പം വേറെ പലതും വന്നു. അപ്പോ ആധുനിക അന്ധവിശ്വാസങ്ങളാണ്, എല്ലാം ആധുനികവൽക്കരിച്ചല്ലോ.
അതുകൊണ്ടാണ് നമ്മള് എന്തൊരു നിയമത്ത് കണ്ടാലും ഒരനുഗ്രഹം കണ്ടാലും പെട്ടെന്ന് ഉടനെ ആകെ അജബായി പോയി ഇങ്ങനെ വാവളർത്തി നിൽക്കുന്നതിന് പകരം നമ്മൾ ഉടനെ പടച്ചവനോട് ചോദിക്കുക, സോനെ എനിക്ക് വേണ്ടി ഒരു സാധനം ഉടനെ അള്ളഹാനോട് ചോദിക്കുക. ഇത് നമുക്ക് ഇതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോ തന്നെ അള്ളാഹു താല അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. അപ്പൊ അത് അന്നേരം തന്നെ കൊടുത്തതാണോ, അതല്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണോ, പിന്നെ അദ്ദേഹത്തിന്റെ മെഹ്റാബിലേക്ക് പോയപ്പോഴാണോ? അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോൾ അവിടെ വെച്ച് ഉടനെ തന്നെ മറുപടി കൊടുത്തതാവാം. അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം ഭജനഗൃഹത്തിൽ ചെന്നപ്പോൾ മെഹ്റാബ് സക്കരിയയിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആകാം. മലക്കുകൾ വിളിച്ചു പറഞ്ഞു എന്നാണ്. മലക്കുകൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ എല്ലാ മലക്കുകളും കൂടി വിളിച്ചു പറഞ്ഞു എന്ന് ആയിക്കൊള്ളണമെന്നില്ല. മലായിക്കത്തിന്റെ വാക്കർത്ഥം മലക്കുകൾ എന്നാണ്. പക്ഷെ എല്ലാ മലക്കുകളും വിളിച്ചു പറഞ്ഞു ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ വാർഡില് കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ നിർത്തിയെന്ന് പറഞ്ഞാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവരും കൂടി വന്ന് നിന്നതെന്നാണോ അർത്ഥം? ആണോ? ഒരാളാ നിന്നത്. ആ ഒരാള് മൊത്തം ആൾക്കാരെ പ്രതിനിധീകരിച്ച് നിൽക്കുകയാണ്. അങ്ങനല്ലേ? അങ്ങനെയാണ്. CPM ആണ് പഞ്ചായത്ത് ഭരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എല്ലാവരും കൂടി കൂടിയൊക്കെ വന്നു എന്നല്ല, അവരുടെ പ്രതിനിധിയാണെന്ന് അർത്ഥം. അപ്പൊ മലക്കുകൾ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുകളും പറഞ്ഞു എന്ന് വിചാരിക്കണമെന്നില്ല. മലക്കുകളുടെ മുമ്പനും ശക്തനും പ്രതിനിധിയും വിശ്വസ്തനും ഒക്കെ ആയിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ സാധാരണ ഇത്തരം സന്തോഷ വാർത്ത അറിയിക്കലും വഹി നൽകലും ഒക്കെ ആരാ ചെയ്യല്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഗബ്രിയേൽ. അപ്പൊ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഒരു കുട്ടി ഉണ്ടാവട്ടോ നിനക്ക് എന്നല്ല, യഹ്യ എന്നാണ് പേര്. എപ്പോട്ട്? കുട്ടി ആകുന്നതിന് മുന്നേ തന്നെ പേര്. നേരത്തെ ഇമ്രാനും ഭാര്യയും കൂടി കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് പള്ളിയിലേക്ക് കൊടുക്കാന്ന് പറയുമ്പോ ഓൽക്ക് അറിഞ്ഞൂടാ എന്ത് കുട്ടിയാണ്. ഓൽ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഓല ആഗ്രഹിച്ച മാതിരി ആൺകുട്ടിയല്ല, ഏത് പെൺകുട്ടിയാണ്. എന്നാൽ ഇവിടെ കുട്ടിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ തന്നെ പറഞ്ഞത് യഹ്യ, പേരെന്നെ ഇട്ടിട്ടാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ യഹ്യ എന്ന് പറയുന്നത് അള്ളാഹു കുട്ടിനെ മാത്രമല്ല കൊടുത്തത്, പേരോട് കൂടിയിട്ടാണ് കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കൊടുത്തതൊക്കെ തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം സക്കരിയക്ക് 100 വയസ്സിലേറെ പ്രായമുണ്ട്. ഭാര്യയാണെങ്കിൽ പ്രസവിക്കുന്ന അവസ്ഥയിലുള്ള ആളല്ല. അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ അള്ളാഹു അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക, ഒരു അത്ഭുതം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോ ഏതോ ഒരാള് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലുള്ളൂ. ഇതിന്റെ പ്രത്യേകത തന്നെ ഇങ്ങനൊക്കെ കൂടിയുള്ള ആയതുകൊണ്ടല്ലേ. അപ്പൊ ഇനി ആ യഹ്യയെ കുറിച്ച് ഉള്ള വിശേഷണങ്ങളാണ് പറയുന്നത്. യഹ്യ ആരായിരുന്നു? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്,
അള്ളാഹുവിൽ നിന്നുള്ള കലിമയെ സത്യപ്പെടുത്തുന്നവൻ ആയിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള കലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരവിനെ സാക്ഷാത്കരിക്കുന്നവനാണ് എന്നാവാം. അള്ളാഹുവിൽ നിന്നുള്ള വചനത്തെ സത്യപ്പെടുത്തുന്നവനാണ് എന്നാവാം. എന്നാൽ മഹാനായ ഈസ അലൈഹിസ്സലാമിനെ ഈ സൂറത്തിൽ തന്നെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, 45 എടുത്തു നോക്കിയാൽ കാണാം. ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു വൽ മസീഹു ഈസ ഇബ്നു മറിയം. കലിമ എന്നതുകൊണ്ട് ഈസ ഇബ്നു മറിയമിനെ ഉദ്ദേശിക്കുന്നു. അൻ-നിസായിലെ 171-ാം വചനം, 171. അതിലും അള്ളാഹു പറയുന്നുണ്ട്, അൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മറിയം വ റൂഹും മിൻ. അവിടെയും കലിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കലിമത്തിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈസ അലൈഹിസ്സലാമിനെ സത്യപ്പെടുത്തുന്നവനാണ് എന്നാകാം. മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കലിമയെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ യഹിയാ നബിയുടെ ഒരു പ്രത്യേകത, യഹിയാ നബി ആരെ സത്യപ്പെടുത്തുന്നവനാണ്? ഈസാ നബിയെ സത്യപ്പെടുത്തുന്നവനാണ്. ഈസാ നബി ജനിക്കുന്നതിന്റെ 3 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ 6 മാസം മുമ്പാണ് യഹിയാ നബി ജനിച്ചത്. ഈസാ നബി ജനിക്കുന്നതിന്റെ 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ്. 2 അഭിപ്രായങ്ങളാണ്. വരാലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, അന്നത്തെ ഒരു ചരിത്ര രേഖപ്പെടുത്തിയില്ല എന്ന സംഗതി. എന്തായാലും യേശുവിന് മുമ്പാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ എന്നാണ് യഹിയാ നബിനെ പറ്റി അവര് പറയാം. സ്നാപക യോഹന്നാൻ കേട്ടണോ? ആ വാക്കാണ്. അത് യഹിയാ നബിനെ പറ്റിയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 3:11 പറയുന്നു, ബൈബിളാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവന്റെ ചെരുപ്പെടുക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാപനം ചെയ്യും. മത്തായി 3:11. ആ അതെ അതെ. ആ അപ്പോ വരാനിരിക്കുന്ന ഒരു നബിയെ കുറിച്ച് യഹിയാ നബി സുവിശേഷം അറിയിക്കുകയാണ്. അത് തന്നെ പറഞ്ഞു നോക്കൂ നിങ്ങൾ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്, അവന്റെ ചെരുപ്പെടുക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്ഥാപനം ചെയ്യും. മത്തായി. അപ്പൊ ഈസാ നബിയുടെ വരവ് നേരത്തെ തന്നെ പ്രവചിക്കുകയും അദ്ദേഹത്തിൽ ആദ്യമായി വിശ്വസിക്കുകയും ചെയ്ത ആളാണ് യഹിയ അലൈഹിസ്സലാം. യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. ബൈബിൾ ഇദ്ദേഹത്തെ സ്നാപക യോഹന്നാൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണം വിശ്വസിച്ച ശിഷ്യന്മാരെ അവരുടെ പശ്ചാത്താപത്തിന്റെ ഭാഗമായി ജോർദാൻ നദിയിൽ ഇദ്ദേഹം കുളിപ്പിച്ചിരുന്നു.
വിശ്വാസപരവും കർമ്മപരവുമായിട്ടുള്ള മാലിന്യങ്ങളെ ദൂരീകരിക്കുന്നതിന്റെ പ്രതീകമായി കൊണ്ടാണ് ഈ സ്നാനം ചെയ്തിരുന്നത്. ജ്ഞാനസ്നാനം എന്നാണ് ഇത് അറിയപ്പെട്ടത്. അതാണ് അങ്ങനെ മാറിയത്. നിങ്ങളെല്ലാരും സ്നാനം ചെയ്തിട്ടുണ്ടോ എന്ന് വരുമ്പോ? കള്ളത്തരൊന്നും പറയല്ലോ കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം വിളിക്കാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ തെറ്റൊന്നുമല്ല. അപ്പോ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കുക, എത്ര ഉള്ളൂ. അപ്പൊ അന്നേരം അദ്ദേഹം ജോർദാൻ നദിയിൽ വിശ്വാസികളെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അത് ഒരു പ്രതീകമായിട്ട്, പ്രതീകം സിമ്പൽ പണ്ടും ഇന്നൊക്കെ ഉള്ളതാണല്ലോ, പ്രതീകങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ജംറയിൽ കല്ലെറിയുന്നത് വേണമെങ്കിൽ ഒരു പ്രതീകമാണെന്ന് പറയുന്നു. ഷെയ്ത്താൻ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. ഷെയ്ത്താൻ അറിയൽ ഒരു പ്രതീകമാണ്, പ്രതീകമായിട്ട് ചെയ്യാം. ഉളുഹിയത്ത് നമ്മൾ ഇതിനെ അറക്കുമ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ഉരുവിനെ അറക്കുക എന്നുള്ളതല്ല, നമ്മളെ തഖ്വ ആണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. ഈസാ നബിയെയും ഇദ്ദേഹം സ്നാനം ചെയ്യിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ശേഷം വന്ന ഈസാ നബിയെയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, സ്നാനം ചെയ്യിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഒന്നാമതായിട്ട് യഹിയാ നബിയുടെ പ്രത്യേകത, യഹിയാ നബി എന്തായിരുന്നു? അള്ളാഹുവിന്റെ വചനത്തെ സത്യപ്പെടുത്തിയിരുന്നു. വരാനിരിക്കുന്ന നബിയെ പറ്റി സന്തോഷ വാർത്ത നൽകിയിരുന്നു എന്നർത്ഥം. സമകാലികനാണ്. പക്ഷെ ഈസാ നബിയുടെ പ്രബോധനം ആരംഭിക്കുന്നത് യഹിയാ നബിയുടെ ഷഹാദത്തിനെ തുടർന്നാണ് എന്നും, യഹിയാ നബി തടവിലാക്കപ്പെട്ടപ്പോൾ തന്നെ ഈസാ നബി പ്രബോധനം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഒക്കെ പറയുന്നു. എന്തായാലും യഹിയാ നബിക്ക് ശേഷമാണ് ഈസാ നബി പ്രബോധനം ആരംഭിക്കുന്നത്. യഹിയാ നബി കൊല്ലപ്പെട്ടത് അദ്ദേഹം പിന്നെ അന്നത്തെ രാജാവ്, ഞാൻ പറയാം, രാജാവ് തടവിലാക്കിയത് എന്താ കാരണം എന്ന് ഞാൻ പറയാം. യഹിയാ നബി പിന്നെ നബിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. യഹിയാ നബിയുടെ ഒരു പ്രകൃതം ഒരു നല്ല വിമർശകനായിരുന്നു. എന്തായാലും പറയാ, ക്രിട്ടിസൈസ് ആണ് അവര്, വിമർശകൻ എന്ന് പറയില്ലേ നമ്മള്. അങ്ങനെ വിമർശിക്കൽ എന്നെ പണി, അങ്ങനല്ല. രാവിലെ പോയി ഇങ്ങനെ അതല്ല. അതായത് നമ്മളിൽ രൂപപ്പെട്ടു വരുന്ന വന്നുകൂടാത്ത ഒരു തിന്മയുണ്ട്. ആ തിന്മ എന്താന്ന് ചോദിച്ചാൽ, ആൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാ. കുട്ടികൾ അതിനെ പുട്ടിയിടുക എന്നറിയും. പുട്ട് ചുടുക, പുട്ടിയിടുക, വെളുപ്പിക്കുക, വൈറ്റ് വാഷ് ചെയ്യുക എന്നൊക്കെ പറയും. പുതിയ ഭാഷ കേട്ടോ, പണ്ടത്തെ ഭാഷ അല്ല. ഞാൻ കാത്തു നിന്നു എന്ന് നമ്മൾ പറയുന്നതിന് പകരം കുട്ടികൾ ഞാൻ പോസ്റ്റായി എന്ന് പറയുന്നില്ലേ, അതേപോലെയുള്ള ഒരു പുതിയ ഭാഷയാണ് വൈറ്റ് വാഷ് ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ എന്തോ ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ കണ്ട തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? മൂടി വെക്കും. ഇപ്പൊ നമ്മൾ ചുമരിന് പുട്ടിയിടൂലേ, അങ്ങനെയാണ്. നമ്മൾ സിമന്റ് തേച്ചാലും ചെറിയ ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ മിനുസം തോന്നിയാലും ചെറിയ ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. ഈ കുണ്ടും കുഴിയൊക്കെ എന്താക്കുന്നതാണ്? പുട്ടിയിട്ടിട്ട് ഒരതി മിനുസപ്പെടുത്തി, അതാണ് പുട്ടിയിടുക എന്ന് പറഞ്ഞാൽ. വണ്ടിന്റെ മുകളിലും ചെയ്യും, ചുമരിന്റെ മുകളിൽ ചെയ്യും, ജനലിന്റെ മുകളിൽ, കമ്പിന്റെ മുകളിലൊക്കെ ചെയ്യും, പുട്ടിയിടും, എല്ലായിടത്തും ചെയ്യും. പണ്ട് അതുണ്ടോന്ന് വെച്ചാൽ പണ്ടില്ലാത്ത പലതുമാണല്ലോ ഒന്നുള്ളത്. പണ്ട് ചുമരുമ്പോ ചീടി തേക്കലല്ലേ.
അപ്പൊ പിന്നെ ഈ ചീടി തേക്കണൊക്കെ ഞാൻ പറയുമ്പോ ഞാൻ ഒരു പഴയ ആളാ നിങ്ങൾ വിചാരിക്കരുത് ട്ടോ. ആ ആ, ചീടി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളു. ആ കിണർ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോ ഈ ഉമ്മമാര് ഓടിച്ചെല്ലും ചീടി എടുക്കാൻ വേണ്ടിയിട്ട്. ചീടി മണ്ണ് നല്ല രസമുള്ള മിനുസമുള്ള മഞ്ഞയും വെള്ളയൊക്കെ, അത് നല്ല പസർമുള്ള മണ്ണ് എടുത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കും. നിലം തേക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ നല്ല കലാപരമായിട്ട് ഇങ്ങനെ തേച്ച് മിനുക്കിയാൽ അതിനൊരു ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാലത്ത് അതായിരുന്നു. പിന്നെ കുമ്മായം കൊണ്ട് തേക്കാൻ തുടങ്ങി അല്ലെ, കുമ്മായം തേക്കുന്ന സംഗതി. പിന്നെ സിമന്റായി, ഇങ്ങനെ പലതുമാണ്. പണ്ടൊക്കെ നമ്മള് വല്യമാരെ മടിയിൽ തല വെച്ച് കൊടുത്താൽ തന്നെ ഒരു പേന എടുത്തു തരികയും ചെയ്യും. അന്നേരം നമുക്ക് പറയാനുള്ളതൊക്കെ വല്യമ്മനോട് പറയാനും വല്യമ്മക്ക് പറയാനുള്ളതൊക്കെ നമ്മളോടും പറയാനും. ഫ്രീ ആയിരുന്നു അത് സർവീസ്. ഇന്ന് കൗൺസിലിംഗ് സെന്ററിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടാണ് 1.5 മണിക്കൂർ നമ്മൾ അവരോട് പറയാ. പേനൊന്നും എടുത്തരൂല, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞാല് പറയണ മുഴുവൻ കേൾക്കണേന് നമ്മൾ പൈസ കൊടുക്കണം. അന്നത്തെ ഫ്രീ സർവീസ് ഇന്ന് പൈസ കൊടുത്തിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇതിലൊക്കെ ഓരോന്നിലും ഓരോ വ്യത്യാസങ്ങൾ രൂപപ്പെട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. വിരുന്ന് പോണതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ തലേന്നോ അതിന്റെ തലേന്നോ ഒക്കെ തുടങ്ങുമായിരുന്നു അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനും പലഹാരമൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത്. ഇതൊരു സംഭവമായി. ഇന്ന് ആ പോരന്റെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ അത് പൈസ കൊടുത്ത് വാങ്ങുന്ന രീതി. മുമ്പൊക്കെ നമുക്ക് വയറ്റിന്നും പോണം തോന്നിയാല് നമ്മൾ അകത്തുനിന്നും പാഞ്ഞ് പുറത്തേക്ക് പോരെ. ഇപ്പൊ മുറ്റത്ത് നിന്നാണെങ്കിൽ പാഞ്ഞ് അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. മാറ്റാണ്. നല്ലതിനാണോ എന്ന് വെച്ചാൽ അതൊക്കെ വേറെ ഉത്തരം പറയേണ്ട കേസാണ്. പക്ഷെ മൊത്തത്തിൽ അങ്ങനെയാണ്, മാറ്റങ്ങൾ ഉണ്ട് എല്ലാ വിഷയത്തിലും. ഇപ്പൊ പുതിയ ആൾക്കാർക്ക് പുട്ടിയിടൽ എന്താന്നുള്ളത് വേഗം മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഒരു ദുസ്വഭാവമാണ് യഥാർത്ഥത്തില് അത്. എന്ത്, നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ നമ്മളിങ്ങനെ പൊറൊഴിഞ്ഞ് ഇങ്ങനെ, അതൊരു മോശം സ്വഭാവമാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ. കണ്ണാടി എന്താ നമുക്ക് കാണിച്ചു തരാ? നമ്മൾ രാവിലെ കണ്ണാടിയിൽ നോക്കുക വരാൻ നേരത്ത്. അപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോ മുഖത്തുള്ള കരി കാണുന്നില്ല, തട്ട നേരെ തന്നെ വെച്ച പോലെ തോന്നുന്നു. ഇങ്ങനൊക്കെ കൃത്രിമമായ ഒരു കാഴ്ചയാണ് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ആരുടെ പോയി മാനം കെടും? ആളുടെ പോയി മാനം കെടും. അപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോ തന്നെ മനസ്സിലായി എന്താണ്, മുഖത്ത് ഇങ്ങനെ ഒരു കലയുണ്ട്, അപ്പുറത്ത് ഒരു കരിയുണ്ട്, അവിടെ വേറെ എന്തോ ഒരു കുത്തുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടാൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി തട്ടൊക്കെ നേരാക്കിയിട്ട് വരുമ്പോ തൽക്കാലം കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോ നമ്മളെ മുഖത്ത് നമുക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ കണ്ടാലും നാട്ടുകാരുടെ ഇടയിൽ നമ്മൾ എന്താവൂല, വഷളാവൂല. അപ്പൊ ശരിക്കും കണ്ണാടി കാണിച്ചു തരേണ്ടത് എന്താണോ ഉള്ളത് അത് കാണിച്ചു തരാനും വേണ്ടത്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളും നേതാക്കന്മാരും അനുയായികളും അയൽവാസികളും ഒക്കെ ചെയ്യേണ്ടത് ശരിക്കും എന്താണോ ശരിക്കും നമ്മൾ അത് കാണിച്ചു തരാണ് വേണ്ടത്. പക്ഷെ അപ്പൊ നമുക്ക് തോന്നും, എന്തിനാ ഇപ്പൊ വെറുതെ ഞാൻ ഓനോട് പിന്നെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് മോശമാവുന്നത്? അപ്പോ മോശത്തരം കണ്ടാലും എന്ത് ചെയ്യൂല, പറയില്ല. മോശത്തരം കണ്ടാലും പറയില്ല, നല്ലത് ആണെന്ന് പറയുകയും ചെയ്യും. ഒന്നുകൊണ്ട് കാര്യമായില്ലുണ്ട്. ഒന്ന് കളവാണ് പറയുന്നത്, മറ്റൊന്ന് ഈ സ്വഭാവ ദൂഷ്യം ഉണ്ടാവും. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തിനോട് ഗുണകാംക്ഷ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നസീഹത്ത് ഇല്ലാഞ്ഞാലാണ് ഇങ്ങനെ പറയാം. ഇപ്പൊ നമ്മളൊരു അയൽവാസി, അല്ലെങ്കിൽ നമ്മളൊരു നാട്ടുകാരൻ, നമ്മളൊരു നേതാവ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രസിഡന്റ്, നമ്മളുടെ സെക്രട്ടറി, അതല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകൻ അവൻ്റെ അടുത്തൊരു ദോഷം കണ്ടു. അപ്പൊ നമ്മളത് പറഞ്ഞാലല്ലേ അയാള് അപ്പൊ ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഇല്ല. 2, പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് വെറുതെ മോശക്കാരനാവുന്നത് എന്ന വിചാരം. ഈ 2 വിചാരവും ശരിക്കും നല്ല സ്വഭാവമല്ല, തെറ്റായ സ്വഭാവമാണ്. യഹിയാ നബിയുടെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നു, അദ്ദേഹം പുട്ടിയിടുന്ന ആളായിരുന്നില്ല.
കണ്ടാൽ കണ്ടത് പറയുന്ന ആളായി. പിന്നെ പറയുന്നതിന്റെ ശൈലി ഒക്കെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടതാണ്. കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇത് എന്നോടുള്ള നസീഹത്ത് കൊണ്ടാണ്, ഗുണകാംക്ഷ കൊണ്ടാണെന്ന് മനസ്സിലാവുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഭാഷ, അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പദങ്ങൾ, അക്ഷരങ്ങൾ, ഇതൊക്കെ അവർക്ക് മനസ്സിലാവണം ഇത് എന്നോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്, എന്നെ നശിപ്പിക്കാനല്ല എന്ന് തോന്നണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പറയാണ് വേണ്ടത്. പക്ഷെ ആളുകൾക്ക് പൊതുവിൽ അത് ഇഷ്ടമല്ല. മുഖസ്തുതി പറയുന്നതിനാണ് ഇഷ്ടം. അവരുടെ കൂടെ നമ്മൾ പോയി ഇരിക്കുള്ളൂ, ഓലോടെ നമ്മൾ ചങ്ങാത്തം കൂടുള്ളൂ. ഞാൻ ഒരു പാട്ട് പാടട്ടെ എന്ന് വെച്ച് പാട്ട് പാടാം, ഒരു രസവും ഇല്ലെങ്കിലും ചില ആൾക്കാർ പറയും ആ എന്താണ് ശ്രുതിമധുരമായ ഒരു, അപ്പൊ ഞാൻ ഓല കൂടെ നടക്കുള്ളൂ. അങ്ങനെ നടന്നാൽ എന്താ യഥാർത്ഥത്തിൽ എനിക്ക് സംഭവിക്കുന്നത്? ഞാനൊരു കോമാളിയാവുകയാണ്. ഇയാള് പറയണൊക്കെ ശരിയാന്ന് വിചാരിച്ച് ഞാൻ വല്ലയിടത്തും പോയി പാട്ട് പാടാൻ നിന്നാല്. അതേ സമയത്ത് ഒരാൾ പറയാണ് നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള ആഗ്രഹമൊക്കെ വളരെ നല്ലത് തന്നെയാണ്, അതിൻ്റെ അകത്ത് ചില നല്ലതൊക്കെ ഉണ്ട്, ചില സംഗതികളൊക്കെ അതിലുണ്ട്, ഒരു സംഗീതത്തിന്റെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താലേ എന്താവുള്ളൂ, നന്നാവുള്ളൂ. അപ്പൊ ഒന്നുകൂടി ശ്രമിക്കണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാനൊന്ന് കരുതേണ്ടതുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു സന്ദർഭത്തെ മുതലേ ആക്കിയിട്ട് ഈ ഒരു സ്വഭാവത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാണ്. രണ്ടും വേണം. ഒന്ന് കേട്ടാൽ അത് ഉൾക്കൊള്ളാനുള്ള, വിമർശിക്കുന്നവനോട് സ്നേഹം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമ്മളും വളരണം. അതൊരു മാനസിക വളർച്ചയാണ്, ഒരു മാനസിക വളർച്ചയാണ്. ഇപ്പൊ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ഒരാള് നമ്മളെ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ, ഇയാൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ തിരുത്തേണ്ടതുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ കഴിയാന്ന് പറയുന്നത് ഒരു മാനസിക വളർച്ചയാണ്. ആ വളർച്ച ഓരോരുത്തരും കൈവരിക്കണം. എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഇനി ഓൻ ആരാ എന്നോട് അങ്ങനെ പറയാൻ, ഓൻ എന്താ അത്ര മുന്തിയ ആളാണോ എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു പക്വതയില്ലായ്മയാണ്. അതുകൊണ്ട് അയാൾ എന്താ സംഭവിക്കുക? തകർച്ചയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ സ്നാപക യോഹന്നാൻ അല്ലെങ്കിൽ യഹിയ അലൈഹിസ്സലാം വിമർശിക്കുന്ന, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. അത് പൊതുവിൽ നബിമാരൊക്കെ അങ്ങനെയാണ്, എല്ലാ നല്ല മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകം അത് പറയാനുണ്ടായ കാരണം ഈ വിമർശന ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത്. രക്തസാക്ഷിത്വത്തേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ ആണ് അദ്ദേഹത്തിന് ഈ ഒരു സംഗതിയുടെ പേരിൽ കൊടുക്കേണ്ടി വന്നത്. എന്താ ഒരു സംഭവം, ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം, ആ കാലത്തെ രാജാവ് ഉണ്ടായിരുന്നു, ഹെറോസ് എന്ന് പറയുന്ന രാജാവ്. ഫിറോസ് അല്ല, പേരൊന്നും പ്രസക്തിയില്ല, ഒരു രാജാവ് എന്ന് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിന് ഒരു മോളുണ്ടായിരുന്നു. മോളെ പേര് ഹെരോദിയ എന്നായിരുന്നു. ആരാണ്? സഹോദരപുത്രി. ഓള് നല്ല സുന്ദരിയായിരുന്നു. അപ്പൊ ഈ രാജാവിനെ ഓളെ കല്യാണം കഴിക്കണം എന്ന ഒരു പൂതി. അപ്പൊ രാജാവിന്റെ പൂതിയാണല്ലോ, അപ്പൊ ആരും എതിരൊന്നും പറയണില്ല. കാരണം രാജാവിന് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തോട്ടെ എന്നുള്ളടത്താണ്. ഇവളുടെ ഉമ്മ വരെ അതിന്റെ ഭാഗത്താണ്, സപ്പോർട്ടാണ്. അതിന്റെ കാരണം മോളെ രാജാവ് കല്യാണം കഴിച്ചാൽ മോളെ ആരാവും? രാജ്ഞിയാവും. അപ്പൊ രാജാവ് ഒരു പ്രപ്പോസലായിട്ട് വന്നപ്പോ അതിന് നിന്നൊടുക്കുക എന്നുള്ളിടത്താണ് ഉമ്മ വരെ ഉണ്ടായത്. പക്ഷെ യഹിയ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇത് ന്യായപ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ സഹോദരപുത്രിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അത് ന്യായപ്രമാണങ്ങൾക്ക് വിരുദ്ധവും നികൃഷ്ടവുമായ ഒരു നടപടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറിച്ച് ജയിലിലിട്ടു. അങ്ങനെയാണ് യഹിയ നബി ജയിലിൽ പോകും. അങ്ങനെ ജയിലിൽ പോയെങ്കിലും ഈ ഉമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണത്തിന്റെ അന്ന് ഈ ഉമ്മ ഡാൻസ് കളിച്ചു. ആരുടെ മുമ്പില്? രാജാവിന്റെ മുമ്പിൽ.
ഡാൻസ് ഇങ്ങോട്ട് കളിച്ചിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒന്നല്ല കേട്ടോ ഡാൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പല പണിക്കും ഉണ്ടായതാണത്. അങ്ങനെ രാജാവിന് ഇങ്ങോട്ട് സന്തുഷ്ടിയായിട്ട് രാജാവ് രാജ്ഞിയോട് ചോദിച്ചു, എന്താ ഇപ്പൊ ഞാൻ ഇതിന് തരേണ്ടത്? രാജ്ഞി അമ്മയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞു, യഹിയയുടെ തല ഒരു തളികയിൽ വെച്ചിട്ട് എനിക്ക് കിട്ടണം. ആ അങ്ങനെ അവരുടെ കൂട്ടത്തിലെ അവരിലെ നബിയെ അവര് തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് തല വെട്ടിയെടുത്ത് തളികയിൽ വെച്ച് കൊട്ടു. നബിമാരെ കൊല്ലുന്നവരാണ് ഇവര് എന്ന് പറഞ്ഞില്ലേ? അതിൽപ്പെട്ട ഒന്ന് ഇതാണ്. സക്കരിയ നബിനെ ഒരു കൊന്നതാണ്. മരപ്പൊത്തിൽ കയറിയ സക്കരിയെ മരമോട് ഈർന്ന് കൊന്നുകളഞ്ഞു. തോൽക്കാനൊന്നൊരു മടിയൊന്നുമില്ല. അങ്ങനെ ചോദ്യം ചെയ്തതിന്, വിമർശിച്ചതിന് ജീവൻ കൊടുത്ത നബിയാണ് യഹ്യ നബി അലൈഹിസ്സലാം. തെറ്റുകൾ കാണുമ്പോൾ ചോദ്യം ചെയ്യുക, വിമർശിക്കുക എന്ന് പറയുന്നത് ഉന്നതമായ ഒരു ജനാധിപത്യ മൂല്യമാണ് എന്ന് പറയാറുണ്ട്. എങ്കിൽ ആ ജനാധിപത്യ മൂല്യം ആധുനിക ജനാധിപത്യവാദികളുടെ കാലത്തുണ്ടായതല്ല. പണ്ട് പുരാതന കാലം മുതലേ നബിമാർ പഠിപ്പിച്ച ഒരു മൂല്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനം തുടങ്ങിയത്. അപ്പൊ ഒന്നുകിൽ രക്തസാക്ഷിത്വത്തിന് ശേഷം, അല്ലെങ്കിൽ ജയിലായ സമയത്ത്. അപ്പൊ ഒരു കാര്യം ഈസാ നബിയെ സത്യപ്പെടുത്തി എന്നതാണ്. രണ്ടാമത്തെ ഗുണമായിട്ട് പറയുന്നത് യഹ്യാ നബി സയ്യിദ് ആയിരുന്നു എന്നാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സയ്യിദ് തങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്, അതല്ല കേട്ടോ, നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊന്ന് ഹസൂറ എന്ന് പറഞ്ഞല്ലോ, ഉപരോധിതനാണ്, വിലക്കപ്പെട്ടവനാണ്, നിയന്ത്രണങ്ങളുള്ളവനാണ് എന്നെല്ലാം അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അസാമാന്യമായ ആത്മനിയന്ത്രണം ഉള്ള ആളായിരുന്നു ആര്? യഹ്യ നബി അലൈഹിസ്സലാം. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു. അന്നത്തെ ശരീരത്തിൽ അതൊക്കെ പറ്റുമായിരിക്കും. അദ്ദേഹം സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. പരുക്കൻ രോമ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. ഉണക്ക റൊട്ടിയും അങ്ങനെയുള്ള സംഗതികളായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ഒരു ഭൗതിക സുഖങ്ങളിലും അദ്ദേഹം പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. സ്വന്തത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രകൃതം. അതോടൊപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പാപകൃത്യത്തിലും ഏർപ്പെട്ടിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു മനുഷ്യനെയാണ് അവരെന്താക്കിയത്? അതെ, ഇതൊന്നും ചെയ്യാത്ത ആളെയാണ് അങ്ങനെ. അതങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം ചെയ്തിരുന്ന പണി, അദ്ദേഹം ജീവൻ കൊടുത്തത് തെറ്റിനെതിരെ ശബ്ദിച്ചത് കൊണ്ടാണ്, തിന്മക്കെതിരെ മിണ്ടിപ്പറഞ്ഞത് കൊണ്ടാണ്, വിമർശനം ഉന്നയിച്ചത് കൊണ്ടാണ്. അപ്പൊ വിമർശനം ഉന്നയിക്കുന്നവര് മനസ്സിലാക്കണം, പിന്നെ ബേജാറായിട്ട് നിലവിളിക്കൊന്നും ചെയ്യും. വിമർശിച്ചാൽ അതിൻ്റെതായ ഫലം അനുഭവിക്കേണ്ടി വരും ദുനിയാവും. അപ്പോ ഞാൻ ഇത് പറഞ്ഞപ്പോഴേക്ക് ഒരു ഇങ്ങനെ ഒന്നും പറഞ്ഞു പിന്നെ ബേജാറാനും സങ്കടപ്പെടാനും പ്രഷർ കൂടാനും ഒന്നും നിൽക്കരുത്. വിമർശിക്കണവൻ എന്തുണ്ടാവും? അതിൻ്റെതായ ഫലം ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. അപ്പോൾ തന്നെ ഖാല, അദ്ദേഹം അഥവാ സക്കരിയ ചോദിച്ചു, റബ്ബി, എന്റെ നാഥ, അന്നാ യകൂനു ലീ ഗുലാം,
എങ്ങനെയാണ് എനിക്കൊരു പുത്രൻ ഉണ്ടാവുക? ലഖദ് ബലഗനി, എന്നെ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അൽ കിബർ, കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരം, കിബിർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കിബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ബംറഅതി, എന്റെ പെണ്ണ് അഥവാ ഭാര്യ. ആഖിർ, വന്ധ്യ. അപ്പോ ഇതിപ്പോ അള്ളാഹു ഒരു പുത്രനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അതിൽ സംശയം തോന്നിയിട്ടല്ല. ഒരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ, എനിക്കോ എന്ന് ചോദിക്കൂലേ, സത്യം പറഞ്ഞേ എന്ന് ചോദിക്കൂലേ. നമ്മളിപ്പോ സന്തോഷം കൊണ്ട് നമ്മൾ ചോദിക്കൂലേ, നേരോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ കളവ് പറയോ, എന്നെ ഓള് സംശയിച്ചോ, അങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അത്രയും ഒരു സത്യ ഉള്ളതാ, നീ വെറുതെ പറയിക്കും എന്നൊക്കെ പറയുന്നത് എന്താ? വിശ്വാസമല്ലായിട്ടല്ല അത്, അതെ, അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞാല് ഒരു കുട്ടികൾ ഉണ്ടാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞ് വയസ്സനാണ്. എന്റെ ഓളാണെങ്കിൽ ആദ്യം തന്നെ പറൂല. അതാണ്. പിന്നെ എങ്ങനെ ഇപ്പൊ യഹിയ ഉണ്ടാവുക? ഖാല, അപ്പൊ അള്ളാഹു പറഞ്ഞു, കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അള്ളാഹു എന്താണോ ഇച്ഛിക്കുന്നത് അതൊക്കെ നടക്കും. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ അള്ളാഹ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നടക്കുക. ഇല്ല, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടെന്നൊരു വിചാരം, അള്ളാഹു ആണ് ഈ പരിസ്ഥിതിയും ഈ പ്രകൃതിയും ഈ ഘടനയൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ കല്ല് കയ്യുമെന്നും പോകും, പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ. അതല്ലേ വാവിട്ട വാക്കും കൈവിട്ട കല്ലും എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്താണ്? കല്ലെടുത്തെറിഞ്ഞാൽ കല്ലങ്ങ് പോയി, പിന്നെ നമുക്ക് പിടിക്കാൻ കഴിയില്ല. ഇതുപോലെ അള്ളാഹ് ഈ ദുനിയാവിനെ മൊത്തം പടച്ചുണ്ടാക്കി, പിന്നെ കയ്യിൽ നിന്ന് പോയതല്ല. അങ്ങനെയാണെങ്കിലല്ലേ ഈ ഘടനയിൽ മാറ്റം വരുത്താൻ അള്ളാഹ്ക്ക് തന്നെയും കഴിയാണ്ടിക്കുള്ളൂ. അള്ളാഹ് ഉണ്ടാക്കിയ ഒരു ഘടനയാണ് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വേണം, അല്ലേ? ഓരോന്നും ഇങ്ങനെ ആവണമെന്നൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയ കണക്കാ. ആ കണക്ക് തിരുത്താനും ആ കണക്ക് അല്ലാത്തൊരു കണക്ക് ഉണ്ടാക്കാനും കഴിയാതെ അള്ളാഹ് ഉണ്ടാക്കിപ്പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റൂല എന്ന പരിമിതിയുള്ളവനല്ല അള്ളാഹു. അള്ളാഹുവിന് ഇത് ഉണ്ടാക്കിയ പോലെ തന്നെ എന്ത് ചെയ്യാനും കഴിയും? വേറെ ഉണ്ടാക്കാനും കഴിയും. ഇത് അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ട ഒരു വിചാരമാണ്. ആ വിചാരം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പൊ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കുൻ, അപ്പൊ അതുണ്ടാവും. അപ്പൊ ഇനി വരുന്നുണ്ട്, അത് പറയും. അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെ ബേജാറൊന്നാവണ്ട. അപ്പോഴാണ് പിന്നെ ചോദ്യം, ഖാല റബ്ബി ഇജ്അൽ ലീ ആയ, ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസാ വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശീ വൽ ഇബ്കാർ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ നാഥ, ഇജ്അൽ ലീ, എനിക്ക് നീ ആക്കിത്തരണേ, ആയ, ഒരടയാളം. ഒരടയാളം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിന്റെ ഭാഗാന്ന് ചോദിച്ചാൽ ഇതൊക്കെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് കുട്ടികൾ ഉണ്ടാവും ഈ പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല സംഗതി. എന്നാലും എന്തെങ്കിലും ഒരു അടയാളം ഈ എന്നാണ് ഈ പറയണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചോണ്ടാ. മക്ക വിജയത്തിന് ശേഷം എല്ലാവർക്കും മാപ്പ് കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓടിപ്പോകുന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങൾ പോവല്ലേ, എല്ലാവർക്കും മാപ്പ് കൊടുത്തുക്കണ് നബി എന്ന് പറഞ്ഞപ്പോ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരാള് ചോദിച്ചു, ശരിക്കും എന്താ അതിനൊരു തെളിവ്? അപ്പൊ നബിന്റെ തൂവാല അദ്ദേഹത്തിന് കൊടുത്ത ഒരു സംഭവം ഉണ്ട്, ഇത് തെളിവായിട്ട് ചോദിച്ചു. അപ്പോ
വിശ്വസിക്കണ്ടേ? അതിനെന്താ ഒരു തെളിവ് എന്ന് ചോദിക്കൂ, ആരും ചോദിക്കൂലേ? അപ്പൊ അതായത് ഒരു സാധാ നോർമൽ ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പിണങ്ങി നിൽക്കുന്ന ഒരാള് മിണ്ടാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുന്നു, ഒരിക്കലും നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ച ഒരു 5 സെന്റ് സ്ഥലം അത് പള്ളിക്ക് ഒരു തരാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാല് നമ്മക്ക് വലിയ സന്തോഷമായി എന്ന് മാത്രല്ല, നമ്മൾ പിന്നെയും പിന്നെയും ചോദിക്കും ശരിക്കും ഉള്ള തന്നെ ആരും പറഞ്ഞു എന്നോട്, എന്താ ഇപ്പൊ അതിന്റെ തെളിവ്, ഓനോ അങ്ങനൊക്കെ പറയില്ലേ? അതേമാതിരി പടച്ചോൻ അപ്പൊ വിശ്വാസമല്ലായിട്ടില്ല. പക്ഷെ അതേ സമയത്ത് എന്നാലും എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടാ പടച്ചോനെ, ഒരു ദൃഷ്ടാന്തം, ഒരടയാളം, ഒരു ആയത്ത് കൊണ്ടാ. ഖാല, അള്ളാഹു പറഞ്ഞു, ആയത്തുക, നിനക്കുള്ള അടയാളം അല്ല എന്താണ്? തുകല്ലിമന്നാസ സലാസത അയ്യാം, നീ ജനങ്ങളോട് 3 ദിവസം മിണ്ടാതിരിക്കലാണ്. സംസാരിക്കാൻ കഴിയാണ്ടായി പോകും 3 ദിവസം. ഇല്ലാ റംസ, ആംഗ്യമല്ലാതെ വേറൊന്നും എനിക്ക് ഉണ്ടാവൂല. ക്രൈസ്തവര് പറയുന്നത് ഇത് തെളിവ് ചോദിച്ചാൽ അള്ളാഹു ഒരു പണി കൊടുത്തതാണ്, ഒരു ശിക്ഷ കൊടുത്തതാണ് എന്നാണ് അവര് പിന്നെ വേഗം അങ്ങനെ പറയാ, എല്ലോ അങ്ങനെ കാണുള്ളൂ. പക്ഷെ അങ്ങനല്ല, അത് അള്ളാഹു സന്തോഷപൂർവ്വം ഒരടയാളം കാണിച്ചു. എന്നിട്ടോ ആംഗ്യം മാത്രമേ പറയൂ. അതുകൊണ്ട് നീ എന്ത് വേണമെന്നറിയോ? മിണ്ടാൻ കഴിയാണ്ടായി പോയാൽ ആംഗ്യം മാത്രമേ ഉള്ളൂ എങ്കിലും നീ നിന്റെ അള്ളാഹുവിനെ ധാരാളമായിട്ട് ദിക്ർ ചെയ്യാം. അതേപോലെ രാവിലെയും വൈകുന്നേരവും അവൻ തസ്ബീഹ് ചെയ്യാം. അപ്പൊ രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാവിലെ ഇത്തിരി നേരം, വൈകുന്നേരം ഇത്തിരി നേരം എന്നുള്ള നിൽക്കല്ല, രാപ്പകൽ എന്നുള്ള നിൽക്കാണ്. അപ്പൊ ദിക്ർ തസ്ബീഹുകൾക്ക് മാത്രം കഴിവുണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, സംസാരശേഷി ഒന്നുമില്ല, പക്ഷെ മനസ്സിൽ എന്ത് ചെയ്യണം? ദിക്റും തസ്ബീഹും ഒക്കെ ഉണ്ടാവണം എന്നാണോ പറഞ്ഞത് എന്നുള്ള കാര്യത്തില് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ സംസാരിക്കാത്തവനും ദിക്റല്ലണോ എന്ന് മനസ്സിലായില്ലേ? സംസാരശേഷി ഇല്ലാത്തവർക്കും നിസ്കാരം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഫുഖഹാക്കൾ തെളിവായി എടുത്തിട്ടുണ്ട്. സംസാരശേഷി ഇല്ലാത്തവരുടെ ആംഗ്യം അവരുടെ സംസാരമായിട്ട് പരിഗണിക്കാം എന്ന് ഇതിൽ നിന്ന് തെളിവെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിക്കാഹൊക്കെ സംസാരശേഷി ഇല്ലാത്തൊരു വാപ്പ മോളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ പറ്റുന്നത് ആംഗ്യത്തിൽ ചെയ്തു കൊടുക്കാം. അത് അംഗീകരിക്കപ്പെട്ടതിന്റെ ഒരു അടിസ്ഥാനമായിട്ട്, അതിന്റെ പ്രമാണമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെയാണല്ലോ ഓരോ സംഗതിക്ക് തെളിവുണ്ടായത്. അപ്പൊ 3 ദിവസം മനുഷ്യന്മാരോടുള്ള മിണ്ടാട്ടം ഇല്ല. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായല്ലേ പടച്ചോൻ തന്നെ. അപ്പോൾ സംസാരിക്കാൻ സയൻസ് അനുസരിച്ച് എല്ലാ കഴിവുണ്ട്, സംസാരിക്കാൻ കഴിയുന്നില്ല. കുട്ടികൾ ഉണ്ടാവാൻ സയൻസ് അനുസരിച്ച് പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല, പക്ഷെ ഉണ്ടാവും. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ബയോളജി നിങ്ങളുടെ സയൻസ് അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കുക. അതാണ്. അപ്പൊ നമ്മളിപ്പോ ക്യാൻസർ കോശങ്ങൾ നമ്മളെ മൊത്തത്തിൽ പിടിമുറുക്കി ഇനിയൊരു രക്ഷയില്ല എന്ന് നമുക്ക് തോന്നുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ പഠിച്ച സയൻസ് അനുസരിച്ചാണ്. അതിന്റെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ ദ്വയർക്കാൻ പറയുന്ന ആക്കും ദ്വയർക്കണ ആക്കും ഒന്നും അങ്ങനെ ഒരു വിചാരമല്ല. സംഗതി എന്തായാലും വെറുതെ ദ്വയർക്കുക എന്നാണ്. അങ്ങനല്ല വേണ്ടത്. അള്ളാഹു അവന്റെ ഈ ഒരു ഫിത്രത്തിനെ, ഈ ഒരു സുന്നത്തിനെ, അല്ലെങ്കിൽ ഈ ഒരു ഖദറിനെ, ഖളാഇനെ, ഈ ശാസ്ത്രത്തെ തന്നെ എന്ത് ചെയ്ത് കളയും? മാറ്റും. അതിന് അള്ളാഹുവിന് കഴിയും. ഇതാ ഇനി ഇവിടെ മറിയമിന് ഒരു കുഞ്ഞനുണ്ടാകാൻ പോവാണ്. മറിയം കല്യാണം കഴിച്ചിട്ടില്ല, ദുർനടപ്പുകാരിയുമായിരുന്നില്ല. ഒരു പുരുഷനും സ്പർശിക്കാതെ എങ്ങനെ കുട്ടിയുണ്ടാകും?
അതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ഇവർക്ക് യഹിയ ഉണ്ടാകുന്നതും എങ്ങനെയാണ്? ഇവര് കുട്ടികളുണ്ടാവുന്ന ശാരീരിക ക്ഷമതയിൽ ആയിരിക്കുമ്പോഴല്ല. അപ്പൊ മറിയമ്മിന് ഭർത്താവില്ലാതെ കുട്ടിയുണ്ടായി എന്നത് മാത്രമല്ല അത്ഭുതം. അത്ഭുതമാണെങ്കിൽ ഇതും അത്ഭുതമാണ്. അപ്പൊ ആദ്യം ഈസാ നബിക്ക് മുമ്പ് യഹിയാ നബി തന്നെയും ഉണ്ടായത് മനുഷ്യൻ പഠിച്ച ശാസ്ത്രവും സയൻസും അനുസരിച്ചല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കണക്ക്, അവൻ ഇഷ്ടമുള്ളത്, അവൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നതാണ്. ഇന്നതേ ചെയ്തോളൂ, ഇന്നത് പറ്റൂല എന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന കാര്യങ്ങൾക്ക് സാധ്യമാണ്, മറ്റതിന് സാധ്യമല്ല എന്നൊരു സംഗതി ആർക്കില്ല? അള്ളാഹുവിനില്ല. അപ്പൊ ഇത് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള അവസ്ഥയും നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലുള്ള അവസ്ഥയും നമ്മുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ലോക ഭരണക്രമവുമായി ബന്ധപ്പെട്ടുമെല്ലാം നമ്മൾ കാണുന്ന കാര്യകാരണ ബന്ധം മാത്രമല്ല ഉണ്ടാവുക, അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക. ഇതാണല്ലോ ഖുർആൻ മൊത്തം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണല്ലോ ബദറിൽ നമ്മൾ ജയിച്ചത്, അല്ലെങ്കിൽ ജയിക്കൂലല്ലോ. അപ്പോ അള്ളാഹുവിന്റെ നിശ്ചയം എന്താണോ, അള്ളാഹുവിന്റെ വിധി എന്താണോ അതാണ് നടക്കുക. ഇതിനെക്കുറിച്ചിട്ടുള്ള ഉത്തമ വിശ്വാസവും നിർഭയത്വവും ഉള്ളവർക്കേ ഹിദായത്ത് ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കാൻ കാത്തിക്കുകയാണ്. ഏത് കാര്യവും ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് സത്യമാണ്. അപ്പൊ ഏതാ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന സത്യം? ശാസ്ത്രീയം. അങ്ങനല്ല. ആ ശാസ്ത്രമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിലവിലുള്ള കണക്കനുസരിച്ചാണ് ഒരു ശാസ്ത്രം ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥന അതിനപ്പുറത്താണ്. വിധി മാറ്റും, പ്രാർത്ഥനയാണ് വിധി മാറ്റുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇനി രക്ഷയില്ല എന്നൊരാളും വിചാരിക്കണ്ട. ഞാൻ ഇങ്ങനെ ആയിപ്പോയിരിക്കെ പിന്നെ ഇനി എങ്ങനെയാണ് അതിന് രക്ഷപ്പെടാനാണ് എന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭൗതികമായ എല്ലാ ന്യായങ്ങളെയും കവച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി നടപ്പിലാകും എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഖുർആൻ പഠിതാക്കൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. അതൊരു വർത്താനായിട്ടല്ല, അതൊരു വിശ്വാസമായിട്ട്, അതൊരു ബോധ്യമായിട്ട് നമ്മളടുത്ത് ഉണ്ടാവണം. അങ്ങനെയാണ് യഹ്യാ നബി ജനിച്ചത്. ഇനിയിപ്പോ അങ്ങനെയാണ് ഈസാ നബി ജനിക്കാനിരിക്കുന്നത്. അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഓരോ സംഗതികളും ഉണ്ടാകുന്നത്. ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി.